നമസ്കാരം. മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ പൗരന്മാർക്ക് ചോദിക്കാനുള്ളത് അത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നില്ല. പക്ഷേ ഈ ചോദ്യം സമൂഹത്തിന് വേണ്ടിയാണ്, സമൂഹം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ചോദ്യത്തിൻ്റെ തുടക്കം നമുക്ക് തിരുവാതിരക്കളിയിൽ നിന്ന് തുടങ്ങാം. ആ തിരുവാതിരക്കളി മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തിരുവാതിരക്കളിയായിരുന്നു. ആ തിരുവാതിരക്കളിയിൽ മുഖ്യമന്ത്രി അടക്കം പലരും സന്നിഹിതരമായിരുന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഏതൊരു സർക്കാരിൻ്റെ കാലത്തും സ്വയം പുകഴ്ത്തൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കാണിക്കുന്നത്. കാരണം ഒരു വ്യക്തിയല്ല പാർട്ടി എന്ന് പ്രസംഗിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടുത്ത് അയാളെ പുകഴ്ത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ, കമ്മ്യൂണിസ്റ്റിൻ്റെ വ്യക്തി ആരാധനയെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്ന ഒരു തിരുവാതിരക്കളി തികച്ചും ഒരു വഷളൻ തിരുവാതിരക്കളി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരു വ്യക്തിയെ ഇങ്ങനെ ഭൂഷണമാക്കി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി, താങ്കൾ ആ തിരുവാതിരക്കളി കണ്ടിട്ടുണ്ടല്ലോ, താങ്കൾ അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാത്തിനും പാർട്ടിയുടെ മീതെ വ്യക്തി വളരാൻ സമ്മതിക്കാത്തൊരു പാർട്ടിയാണ് നിങ്ങളുടേത്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ തിരുവാതിരക്കളി തടയാഞ്ഞത്? ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു മന്ത്രിയോ നേതാവോ ആകട്ടെ, ഒരു സ്വയം പുകഴ്ത്തലിന് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു പുകഴ്ത്തലിൽ നിന്ന് കൊടുത്തത്? ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? സാർ, താങ്കൾക്ക് പലരെയും പല രീതിയിലുള്ള പേര് വെച്ച് അധിക്ഷേപിക്കുന്നത് കണ്ടു. കുലംകുത്തി, പരനാറി, അങ്ങനെയുള്ള പേരുകൾ. ഞാനൊക്കെ ആണെങ്കിൽ ഒരാളെ അങ്ങനെയുള്ള പേരുകൾ എൻ്റെ ബോധമനസ്സിന് വിരുദ്ധമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തിയെ വിളിച്ച് ക്ഷമ ചോദിക്കുക. പക്ഷേ താങ്കൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അതിനെ ചെയ്തത് ശരിയാണെന്ന ഭാവത്തിലാണ് താങ്കൾ ചിന്തിക്കുന്നത്. ഒരാളോട് ക്ഷമ ചോദിക്കേണ്ട സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകാം. മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ള ധാരണയുണ്ടോ? അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ ചോദിക്കണമെന്നുണ്ട്. എന്താണ് അതിലൊരു വൈരുദ്ധ്യമുള്ളത്? 20 വർഷം ഈ പ്രതികൾക്ക് ശിക്ഷാളവ് നൽകരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇതേ പ്രതികൾ കൂടിയാണ് കേട്ടോ, ഈ ഷാഫി, ഷിനോജ്, പിന്നെ ഒരു പ്രതികൾ കൂടി, ഈ മാഹി ഇരട്ടക്കൊല കേസിൽ വെറുതെ വിട്ട പ്രതികൾ, അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാവോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കറിയാം ഹൈക്കോടതിയോട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് അവിടെ കിടപ്പുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം ഉണ്ടായതാണ്. അപ്പോൾ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള ആലോചന ആയിരുന്നല്ലോ അത്. അതിൽ തൊട്ടടുത്ത ഒരു മാസം കഴിയുമ്പോഴേക്കും അടുത്ത പരോൾ കൊടുത്തിട്ടത് സ്വാഭാവിക പരോൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ വിശദീകരിച്ച് നിൽക്കൽ പ്രയാസമാണ്. അജീഷ് സാർ, TP വധക്കേസ് പ്രതികൾക്ക് സാധാരണ തടവുകാരെക്കാട്ടിലും എന്തിനിത്ര വില കിട്ടുന്നു? അവർക്ക് എന്തുകൊണ്ട് സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ പരോളുകൾ ലഭിക്കുന്നു? കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദന് ലഭിച്ച സ്വീകരണം ഞങ്ങളെല്ലാം കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രിമിനലിന് താങ്കൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയും സ്വീകരണം ലഭിക്കുന്നു? ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പോലീസുകാർ മദ്യസേവ ചെയ്യുന്നത് നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇവർക്കിതൊക്കെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ആര് നൽകുന്നു? സർക്കാരിൻ്റെ അനുവാദമില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്
ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സാർ, കൊലക്കേസ് പ്രതികൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് വക്കീലുകൾ വെച്ച് പണം ചെലവഴിച്ചത് ഇവിടെയെല്ലാം വാർത്തയായിരുന്നു. എനിക്കിപ്പോഴും സംശയം, എന്തുകൊണ്ട് ഈ പ്രതികൾക്ക് വേണ്ടി സർക്കാർ സ്വന്തം ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നത്? ഇത്രയും ക്രിമിനലായ ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട ആവശ്യകത എന്താണ്? ഇത് ഒരു കാര്യത്തിൽ പറഞ്ഞ അധികാര ദുർവിനിയോഗമല്ല. തങ്ങളുടെ ആൾക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ഖജനാവ് നിന്ന് പണം ചെലവാക്കുന്നത് അധികാര ദുർവിനിയോഗമല്ലാതെ പിന്നെ എന്താണ്? സാർ, നവകേരള യാത്ര എന്നതിൻ്റെ പേരിൽ 1.5 കോടിയോളം രൂപയാണ് ബസ്സിന് ചിലവാക്കിയത്. പിന്നെ ആ പര്യടനത്തിൻ്റെ ചിലവ്, ഭക്ഷണത്തിൻ്റെ ചിലവ് ഒക്കെ കൂടി എത്രയാണെന്ന് അറിയില്ല. അത്രയും കാശ് ചിലവാക്കിക്കൊണ്ട് കേരളം ഒട്ടാകെ പര്യടനം നടത്തിയിട്ട് അതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ്? ഈ നവകേരള യാത്ര ഇത്രയും കാശ് മുടക്കി ചെലവഴിക്കുന്നതിന് വിമർശിക്കാനുള്ള അവകാശം മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കുമുണ്ട്. ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആഹ്വാനപ്രകാരം കറുത്ത തുണിയുമായി നവകേരള യാത്രയ്ക്ക് ഇടയിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചപ്പോൾ അത് പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പോലീസുകാർക്കാണ്. പക്ഷെ പോലീസുകാർ നോക്കി നിൽക്കെ ഡിവൈഎഫ്ഐക്കാർ വരികയും ഇരുമ്പ് വടിയും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു വെക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിൽ ഇന്നും ലഭ്യമാണ്, വീഡിയോകളിൽ, മാധ്യമങ്ങളിലൊക്കെ. എന്നിട്ടും താങ്കൾ മാധ്യമ ചർച്ചയിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ മുന്നിൽ കാണുന്നതല്ലേ വിശ്വസിക്കുള്ളൂ, ഒരാൾ മുമ്പിൽ ചാടുന്നു, അതിനെ പിടിച്ചു മാറ്റുന്നതാണ് എന്ന് താങ്കൾ മാധ്യമങ്ങളിൽ നിന്ന് കള്ളം പറയുന്നു. നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച KSUക്കാരെ വളഞ്ഞിട്ട് തല്ലി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അങ്കമാലിയിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയവരെയാണ് പോലീസിന്റെ മുന്നിലിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനം ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും ആക്രമിച്ചു. അസഭ്യവർഷവും ഭീഷണിയും ഉണ്ടായി. പക്ഷേ ജനങ്ങൾ കാണുന്നത് താങ്കളുടെ ദർശനമല്ല, അവിടെ കാണുന്ന വീഡിയോ ദൃശ്യങ്ങളാണ്. അതിൽ ഞങ്ങൾ കാണുന്നത് ബലമായി ഡിവൈഎഫ്ഐ പ്രത്യേക യൂത്ത് കോൺഗ്രസ്സുകാരെ ഇരുമ്പ് വടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്നതാണ്. ഇത് ശരിക്കും കൊലയാണ്. ക്രിമിനൽ ഒരു പശ്ചാത്തലമുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിനെതിരെ ലാഘവത്തോടെയാണ് കേസെടുത്തത്. ഈ പ്രതികൾ ഇപ്പോഴും പാർട്ടിയിലൊക്കെയുണ്ട്. ഇവരെ ശക്തമായ നടപടി എടുക്കേണ്ട ഒരു കേസാണ്. ഇത് ഒരു അധികാര ദുർവിനിയോഗമല്ലേ? ഈ അധികാര ദുർവിനിയോഗം, ഈ അധികാരത്തിൻ്റെ പിന്തുണയിൽ ഇതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഇവർ ഈ യൂത്ത് കോൺഗ്രസിനെ ഈ രീതിയിൽ ആക്രമിക്കുന്നത്. എന്തുകൊണ്ട് ശക്തമായ കേസ് ഇവർക്കെതിരെ എടുക്കാഞ്ഞത്? താങ്കൾക്കെതിരെ വിമാനയാത്രയിൽ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് താങ്കളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ കോൺഗ്രസ്സുകാർക്കെതിരെ കേസെടുത്തിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇവർക്കെതിരെ അതേപോലെ ഒരു കേസ് എടുക്കാത്തത്? ഇത് തികച്ചും ഒരു അധികാര ദുർവിനിയോഗമല്ലേ? ഇതിനൊക്കെ പറയേണ്ട ഉത്തരവാദിത്തം പറയാനില്ല. ഒരുപക്ഷെ താങ്കൾക്കത് തെറ്റുപറ്റി, ഇങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നു എന്നൊരു ജനങ്ങളോട് ക്ഷമ ചോദിച്ചാൽ തീരുകയും ചെയ്യും. പക്ഷെ ആ ക്ഷമ ചോദിക്കാൻ താങ്കളുടെ ധാർഷ്ട്യം അനുവദിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. താങ്കൾ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ശക്തമായി വിമർശിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ കുറച്ച് നാളുകളായി ആ വിമർശനത്തിൽ ഒരു കുറവ് വന്നു. നേരിട്ട് പേരെടുത്ത് വിമർശിക്കുന്നു. പലപ്പോഴും പല രീതിയിലും അവർക്ക് സന്ധി ചെയ്ത് നിൽക്കുന്ന ഒരു തോന്നൽ ഞങ്ങൾ ജനങ്ങൾക്ക് തോന്നും. തൃശ്ശൂർ പൂരം കലക്കലും അതുപോലെ തന്നെ BJP നേതാവ് സുരേന്ദ്രൻ്റെ കേസും മുന്നോട്ട് പോകാത്തത്, കേസ് മാഞ്ഞു പോയതും ഒക്കെ ഞങ്ങളിൽ സംശയമുണ്ടാക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പല ഇതിലും താങ്കൾ ഒന്നും മിണ്ടുന്നില്ല. ADGP RSS നേതാവിനെ കണ്ടത് എന്തിനാന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. അതുപോലെ തന്നെ താങ്കൾ നിർമ്മല സീതാരാമനുമായിട്ടുള്ള അനൗദ്യോഗിക
കൂടിക്കാഴ്ച, ഔദ്യോഗിക കൂടിക്കാഴ്ച അല്ല, അനൗദ്യോഗിക കൂടിക്കാഴ്ച, അത് എന്തിനാണെന്നുള്ളൊരു ചോദ്യത്തിനും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും താങ്കൾക്ക് ഉത്തരമില്ല. അതിന് പറഞ്ഞത് മറ്റേ KV തോമസ് പറഞ്ഞു പുട്ടുണ്ടായിരുന്നു, കടലുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ബാലിശമായ ഒരു കാര്യം. നമുക്കറിയാം, ജനങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ താങ്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ അത് ഏറെ എന്തിനോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സംശയം താങ്കളുടെ മകളുടെ കാര്യത്തിൽ താങ്കളുടെ മകൾക്ക് വേണ്ടിയാണോ താങ്കൾ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതെന്ന കാര്യം ഞങ്ങൾ ചിന്തിക്കുന്നു. താങ്കളുടെ മകൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സർവീസും കൊടുക്കാതെ അത്രയും രൂപ സ്വീകരിച്ചു എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായ കാര്യമാണ്. താങ്കളുടെ കൈ ശുദ്ധമാണെന്ന് കാണിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള വ്യക്തമായ മറുപടി ജനങ്ങളിൽ കൊടുക്കണം. ആ ഒരു കാര്യം താങ്കളുടെ നിന്ന് കാണുന്നില്ല. എൻ്റെ മകളും വീട്ടുകാരൊന്നും ഇതൊന്നും ചെയ്യില്ല എന്നൊരു അച്ഛൻ പറയുന്നത് കേൾക്കാം. പക്ഷെ ജനത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. ആ തെളിവ് നൽകണമെങ്കിൽ എന്ത് സേവനത്തിനാണ് മകൾക്ക് ആ കാശ് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മകളോട് പറയും, മകളെ അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. എൻ്റെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ അത് സമ്മതിക്കില്ല. അങ്ങനെ പോലും പറയാൻ താങ്കൾക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്? ഇതൊക്കെ ഒരു ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി. ഇതിനൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് താങ്കളെ സംശയിക്കേണ്ടി വരും. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിത ചിലവ് വർധനയാണ്. അനുദിന സാധനങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പെട്രോൾ, ഡീസൽ വില വർധനയോടൊപ്പം സാധനങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൽ കേന്ദ്രവും ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാലറി അങ്ങനെ വർദ്ധിക്കുന്നില്ല. ഞങ്ങൾ സ്വകാര്യ പ്രൈവറ്റ്, ഞങ്ങൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല. അപ്പോൾ അതിനൊപ്പം ഞങ്ങൾക്ക് ചിലവുകൾ കൂടുന്തോറും ഞങ്ങൾക്ക് കടം വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം കൂടുകയാണ്. വൈദ്യുതി ചാർജ് വർദ്ധിച്ചു, ഇപ്പോഴും വർദ്ധിപ്പിച്ചു, സർചാർജ് വർദ്ധിപ്പിച്ചു. ഇനി കിട്ടാൻ പോകുന്ന വൈദ്യുതിയുടെ ബില്ല് വലിയൊരു ഭാരമാണ്. വെള്ളക്കാടെന്ന് ഫലത്തിലുണ്ടെങ്കിൽ തന്നെ വെള്ളക്കാടായ ഞങ്ങൾ കൂടുതലും കടത്തിലുള്ളവരാണ്. കടം വാങ്ങിച്ച് കാര്യങ്ങൾ നികത്തിക്കൊണ്ടുപോകണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് പെൻഷൻ തരുന്നില്ലേ? പെൻഷൻ തരുന്നുണ്ട്, അതിനനുപാതികമായി ചെലവുകൾ അതിനുപരിയായി കൂടുന്നുണ്ട്. ആ ഒരു പ്രൊപ്പോർഷൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മുഖ്യമന്ത്രി. ഇത് ഇങ്ങനെ ഒരു പെൻഷൻ തരുന്നില്ലേ എന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് ശരിയായൊരു അനുപാതമല്ല. പെൻഷൻ കൂടുന്നതിനൊപ്പം ബാക്കിയുള്ള സാധനങ്ങളുടെ ചിലവും മറ്റും കൂടുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന സേവിങ് ഇല്ലാതെ ഞങ്ങൾക്ക് കൂടുതൽ കാശ് മുടക്കേണ്ടി വരും. അത് തീർന്നുമ്പോൾ ലോൺ എടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല, എല്ലാം സൗജന്യമാണ് ഈ ഒരു 5 വർഷക്കാലം. പക്ഷെ ജനങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഞങ്ങൾക്ക് സുഖകരമായി ജീവിക്കാനാകണം. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ തലയിലിടാമെങ്കിലും ഞങ്ങൾ ജനങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനാവുന്നില്ല. കേന്ദ്ര സംസ്ഥാനം തന്നില്ലെങ്കിൽ അത് ചോദിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. സംസ്ഥാന സർക്കാർ കോടതി വഴി പോയി ആ ഒരു കേന്ദ്രം കിട്ടാനുള്ള കാര്യം വാങ്ങിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് നമ്മളോട് പറയുകയാണ് കേന്ദ്രം തരാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന്. അതങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പാടാണ്. ഞങ്ങൾക്ക് വാങ്ങിച്ചെടുത്ത് തരിക എന്നുള്ള ദൗത്യത്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ ഓർക്കുക. ലോണ് ഇതുപോലെ പെൻഷൻ നൽകിയോ കിറ്റ് നൽകിയോ അല്ല ജനങ്ങൾക്ക് ആവശ്യമാണ് അതെല്ലാം. പക്ഷേ അതിനുപരി ജനങ്ങൾക്ക് ജീവിക്കാനാകണം. അവനവനെ ജീവിക്കാൻ ഇവിടെ കഴിയണം. നല്ലപോലെ അവനൊരു സേവിങ് ചെയ്യാൻ പറ്റണം. പക്ഷെ അതൊന്നും ചെയ്യാല്ലേ ഈ നികുതി വർധനയും. പിന്നെ ഒന്നും കൂടി പറയാനുണ്ട് താങ്കൾക്ക് ബോധ്യപ്പെടുത്താനായിട്ട്. പെട്രോൾ സെസ് പെൻഷൻ നൽകണം എന്നുള്ള രീതിയിലാണ് ഏർപ്പെടുത്തിയെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. പക്ഷേ പെട്രോൾ സെസ് ഏർപ്പെടുത്തിയിട്ട് പോലും പെൻഷൻ കൊടുത്തിരുന്നില്ല.
തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോഴാണ് ഫുൾ പെൻഷൻ കൊടുത്തത്. അതും കടം വാങ്ങിച്ചിട്ടാണ്. അതുപോലെ കടം വാങ്ങിച്ച് വരുമ്പോൾ അതിൻ്റെ ബാധ്യത ചുമക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചുവന്ന കാർഡും മഞ്ഞക്കാർഡുള്ള സ്ത്രീകൾക്ക്. പക്ഷെ അതിൻ്റെ ബാധ്യത വീണ്ടും വരുന്നത് ഞങ്ങൾ ജനങ്ങളുടെ തലയിലല്ലേ. അതിൻ്റെ ഒരു കാര്യത്തിലായിട്ട് ഇപ്പോൾ സർചാർജ്, ഇലക്ട്രിക്കൽ സർചാർജ് കൂട്ടി, വൈദ്യുതി ചാർജ്. അപ്പോൾ വൈദ്യുതിയുടെ ഭാരം കുറച്ചും കൂടി കൂടുതൽ ജനങ്ങളുടെ മേൽ വന്നു. ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ, ഞങ്ങൾ വിമർശിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഞങ്ങൾക്കെതിരെ തിരിയുന്നത് അത്ര ശരിയായ കാര്യമല്ല. മുഖ്യമന്ത്രി, താങ്കൾ മനസ്സിലാക്കണം എന്താണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട്, അതനുസരിച്ച് ഭരിക്കാനാകണം. അല്ലാതെ താങ്കൾ പറയുന്നത് മാത്രം കേൾക്കുക എന്നൊരു കാര്യം ജനങ്ങൾക്കില്ല. ജനങ്ങൾക്ക് പറയേണ്ടത് ചോദിക്കും. അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കാണ് എന്ന് വിനീതമായി പറയുന്നു. താങ്കളുടെ ഭരണത്തിന് കീഴിൽ പല സംഭവങ്ങൾ നടന്നു. അതിനെയൊക്കെ താങ്കൾ ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ഒരു ഭരണാധികാരി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ആരോഗ്യ ഹോസ്പിറ്റലിൽ ബിൽഡിംഗ് തകർന്നൊരു സ്ത്രീ മരിക്കുകയുണ്ട്. അവർക്ക് അതിനുള്ള പണമൊക്കെ നൽകി ആ കാര്യങ്ങൾ സെറ്റിലായി. പക്ഷേ ചെയ്യേണ്ട ഫാക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്താണെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്താനുള്ള നടപടിയാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്ന് ന്യായീകരിച്ച് പ്രതിപക്ഷം ശക്തമായി അതിനെതിരെ എതിർക്കുന്നുള്ള കാര്യം നിശ്ചയമാണ്. അത് അവരുടെ രാഷ്ട്രീയ നയമാണ്. അപ്പോൾ താങ്കളെപ്പോലുള്ള ഭരണാധികാരി തനിക്ക് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. അക്സെപ്റ്റൻസ് ഒരു ഭരണാധികാരിക്ക് വേണ്ട ഒരു ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അഹങ്കാരവുമല്ല ഒരു ഭരണാധികാരിക്ക് വേണ്ട. ജനം പറയുന്നതാണ്, പ്രതിപക്ഷം പറയുന്നതാണെങ്കിലും മാധ്യമങ്ങൾ പറയുന്ന വിമർശനങ്ങൾ കേട്ട് അത് ശരിയാക്കുന്ന ഒരു ഉത്തരവാദിത്തം ഒരു ഭരണാധികാരിക്ക് വേണ്ടതാണ്. അത് താങ്കൾക്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സാർ, അവസാനമായി ഇതുകൂടി പറഞ്ഞു നിർത്തുന്നു. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കുകയും വേണം. വിമർശനങ്ങളെ അടിച്ചമർത്തലിലൂടെയല്ല, മറുപടിയിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയുമാണ് നേരിടേണ്ടത്. ജനങ്ങളുടെ നികുതിപ്പണം ജനങ്ങളുടെ നന്മക്കായി മാത്രം ഉപയോഗിക്കപ്പെടണം. അല്ലാതെ കുറ്റവാളികളെ സംരക്ഷിക്കാനും പോലീസ് ക്രൂരത ന്യായീകരിക്കാനും അധികാരം ദുർവിനിയോഗം ചെയ്യാനുമല്ല. ഇതെല്ലാം ശരിയാണോ എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട് ജനങ്ങൾക്ക്. ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി നൽകേണ്ടത് ഭരണാധികാരികളുടെ കടമയാണ്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഗുഡ് ബൈ.